പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ പറയട്ടെ, കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരന് അഭിവാദനങ്ങൾ. വളരെയേറെ കഴിവും തൻ്റെടവും സാമർഥ്യമുള്ള ഭരണതലപ്പത്തിരിക്കുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥയായ ശാരദ മുരളീധരനെ കറുത്തവളെന്ന് ആക്ഷേപിക്കുമ്പോൾ കേരളീയ സമൂഹത്തിൻ്റെ ആത്മാഭിമാനത്തിനേറ്റ കനത്ത പ്രഹരമാണത്. ഈ വർണ്ണവിവേചനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഇരയായി തീർന്ന കലാഭവൻ മണിയുടെ സഹോദരൻ ശ്രീ രാമകൃഷ്ണനെ ആക്ഷേപിച്ച അതുപോലെ അന്ന് അവരെ ആക്ഷേപിച്ച ആ കലാമണ്ഡലം സത്യഭാമയെ കേരളീയ സമൂഹം വാക്ശരങ്ങൾ കൊണ്ട് വലിച്ചു കീറി അതേ നാണയത്തിൽ തിരിച്ച് അപമാനിക്കുകയായിരുന്നു. പക്ഷേ ശാരദ മുരളീധരൻ എന്ന ഉന്നത വ്യക്തി, അന്തസ്വാഭിമാനവും ആഭിജാത്യമുള്ള വ്യക്തി ഈ കഴുകൻ്റെ പേര് വെളിപ്പെടുത്തിയില്ല. ആ കഴുകയോ ആര് തന്നെയായാലും പ്ലീസ് മാഡം, നിങ്ങൾ ആ പേരൊന്ന് വെളിപ്പെടുത്തണം. കേരളീയ സമൂഹം ഇവനെയൊക്കെ എടുത്തിട്ട് അലക്കി നശിപ്പിച്ചില്ലെങ്കിൽ ഇനിയും കേരളത്തിൽ ഈ വർണ്ണവെറി ഇവിടെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ ആ പേരൊന്ന് വെളിപ്പെടുത്തണം. ഇനി കറുത്തവൻ്റെ മേന്മ പറയാൻ ഞാനിവിടെ ലോകമഹാത്മാക്കളായ നെൽസൺ മണ്ടേലയോ മാർട്ടിൻ ലൂതർ കിങ്ങിനെയോ ഞാൻ ഉപമിക്കുന്നില്ല. മറിച്ച് ഞാനൊന്ന് പറയട്ടെ, കാരിരുമ്പൻ്റെ ശക്തിയുള്ള കാര്യശേഷിയുടെ ഔന്നത്യത്തിലെത്തി നിൽക്കുന്ന മഹാനായ അയ്യങ്കാളിക്ക് തുല്യൻ എവിടെ? അതുപോലെ തന്നെ മുലക്കരം പ്രഖ്യാപിച്ച രാജശാസനത്തിനെതിരെ മുലയറുത്തെറിഞ്ഞ് പ്രതിഷേധിച്ച ചേർത്തലക്കാരി നങ്ങേലിക്കുട്ടിയുടെ ആ സൗന്ദര്യബോധത്തിന് മുന്നിൽ, ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ, ഈ കേരളീയ സമൂഹത്തിന് മുന്നിൽ ഞാൻ പറയുന്നു, അഴകുള്ള ചക്കയ്ക്ക് ചുളയില്ലെന്നതല്ലേ ഈ വെളുത്ത വർണ്ണവിവേചനത്തിൻ്റെ കഴുകന്മാരോട് എനിക്ക് പറയാനുള്ളത്. അതാണ്, അഴകുള്ള ചക്കയ്ക്ക് ചുളയില്ല. ഓർമ്മയിരിക്കട്ടെ.